അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. CPIM സംസ്ഥാന സമ്മേളനത്തിന് കൊടിയേറി പൊതുസമ്മേളന നഗരിയായ കൊല്ലത്തെ ആശ്രമം മൈതാനത്ത് സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി KN ബാലഗോപാൽ പതാക ഉയർത്തി. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജാഥകൾ പൊതുസമ്മേളന നഗരിയിൽ സംഗമിച്ചു. പതാക ജാഥയ്ക്ക് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് നേതൃത്വം നൽകി. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. MS സൊല്യൂഷൻ ചോദ്യപേപ്പർ ചോർത്തി നൽകിയ മലപ്പുറം അദീൻ സ്കൂളിലെ പ്യൂൺ മലപ്പുറം സ്വദേശി അബ്ദുൾ നാസർ അറസ്റ്റിൽ. ചോദ്യപേപ്പർ നൽകിയത് MS സൊല്യൂഷൻസിലെ അധ്യാപകൻ ഫഹദിന്. സർക്കാരിനെതിരെ സമരം കടുപ്പിച്ച ആശാവർക്കർമാരുടെ കേന്ദ്ര ഫണ്ടിനെ ചൊല്ലി കേന്ദ്രവും തർക്കം തുടരുന്നു. ബജറ്റിന് പുറമെ 120 കോടി അധികം നൽകിയെന്ന വാദം സംസ്ഥാനം തള്ളി. രാപ്പകൽ സമരം 24ാം ദിവസം തുടരുന്നു. റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ ചട്ടം രൂപീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. സംസ്ഥാനത്ത് നിയമമുണ്ടെങ്കിലും ചട്ടം രൂപീകരിച്ചിട്ടില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. റാഗിംഗ് കേസുകളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേരള ലീഗൽ സർവീസസ് അതോറിറ്റി സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചത്. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും പെൺമക്കളും ട്രെയിനിൽ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. തൊടുപുഴ സ്വദേശി നോബി ലൂക്കോസിനെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. മരിച്ച ഷൈനിയുടെ മാതാപിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് കാരണം കടബാധ്യത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമെന്ന് പ്രതി അഫാൻ. അമ്മ മരിച്ചുവെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊന്നതെന്നും ബന്ധുക്കൾ സ്ഥിരമായി അധിക്ഷേപിച്ചിരുന്നുവെന്നും അഫാൻ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത പ്രതിയെ പൂജപ്പുര ജയിലിലാണ് നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വർഗീയതയെ താലോലിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കും CPIM-നും. ലീഗിനെ തിരിച്ചറിയാനുള്ള ബോധ്യമുണ്ട്. BJP അനുകൂല നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും സതീശൻ. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് BJPക്ക് വളരാൻ മണ്ണൊരുക്കുന്നുവെന്ന് വിമർശനം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടിക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുമോ എന്നും മുഖ്യമന്ത്രി. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ ഇത് ആലോചിക്കട്ടെ എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. CPIM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. SDPIക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ധനസഹായം നൽകുന്നതിനുമായി രാജ്യത്തിനകത്തും പുറത്തും നിന്നും പണം സ്വരൂപിച്ചുവെന്ന അന്വേഷണത്തിൽ ED കണ്ടെത്തി. വിമാനത്താവളം വഴി സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടെ കന്നഡ നടി രഞ്യ റാവു ഇന്റലിജൻസ് പിടിയിൽ. തിങ്കളാഴ്ച രാത്രി ദുബായിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയ നടിയിൽ നിന്ന് 14.8 കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തു. സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞും ശരീരത്തിൽ ഒളിപ്പിച്ചുമാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. കർണാടകയിലെ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ മകളാണ് രഞ്യ. ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ MA യൂസഫ് അലി കേരള മുസ്ലിം ജമാഅത്ത് പ്ലാനിംഗ് സെൽ ചെയർമാനും സുന്നി വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗവുമായ കൂമ്പാറ്റ അബ്ദുൾ റഹ്മാൻ ദാരിമിയുമായി കൂടിക്കാഴ്ച നടത്തി. വാഗ്മിയും കാരന്തൂർ മാർക്കസ് കോളേജ് പ്രൊഫസറുമായ ഹാഫിൾ മുഹമ്മദ് അബൂബക്കർ സഖാഫിയും ഒപ്പമുണ്ടായിരുന്നു. അബുദാബിയിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ അതിഥികളായി റംസാൻ മാസത്തിൽ മതപ്രഭാഷണങ്ങൾ നടത്താനാണ് ഇരുവരും എത്തിയത്. ചൈനക്കും കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും പിന്നാലെ ഇന്ത്യക്കെതിരെയും അധിക ഇറക്കുമതി തീരുവ ചുമത്താൻ അമേരിക്ക. ഏപ്രിൽ 2 മുതൽ തീരുവ നിലവിൽ വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിലാണ് ട്രംപ് തീരുമാനം വ്യക്തമാക്കിയത്. അമേരിക്കൻ ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ 100%-ലധികം തീരുവ ചുമത്തുന്നുണ്ടെന്നും ഇത് അന്യായമാണെന്നുമാണ് ട്രംപിന്റെ നിലപാട്. US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസംഗം ആധുനിക അമേരിക്കൻ ചരിത്രത്തിലെ ദൈർഘ്യമേറിയത്. 1 മണിക്കൂർ 40 മിനിറ്റാണ് ട്രംപ് പ്രസംഗിച്ചത്. അമേരിക്ക തിരിച്ചു വന്നു എന്ന വാചകത്തോടെ പ്രസംഗം തുടങ്ങിയ ട്രംപ് മുൻ സർക്കാർ ചെയ്ത കാര്യങ്ങൾ 43 ദിവസങ്ങൾ കൊണ്ട് ചെയ്തുവെന്ന് അവകാശപ്പെട്ടു.
വിദ്യാർത്ഥികളുടെ നിയമവിരുദ്ധമായ പ്രതിഷേധങ്ങൾ അനുവദിച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സഹായം നിർത്തലാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതിഷേധിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ തടവ് ശിക്ഷയോ നാടുകടത്തലോ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. പ്രതിഷേധിക്കുന്ന സ്വദേശികളായ വിദ്യാർത്ഥികളെ പുറത്താക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുമെന്നും ട്രംപ്. റഷ്യയുമായി സമാധാന കരാറിന് അമേരിക്കയെ സന്നദ്ധത അറിയിച്ച സെലൻസ്കി അമേരിക്കയുടെ നേതൃത്വത്തിൽ സൃഷ്ടിപരമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി സെലൻസ്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കത്തെഴുതി. യുക്രൈനുമായുള്ള സൈനിക സഹായം അമേരിക്ക നിർത്തിവെച്ചതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ അനുനയ നീക്കം. അമേരിക്കയുടെ അധിക തിരുവയിൽ തിരിച്ചടിച്ച് കാനഡയിലെ പ്രവിശ്യകൾ അമേരിക്കൻ മദ്യത്തിന് വിലക്ക് ഏർപ്പെടുത്തിയെന്ന് ഒന്റാരിയോ. അമേരിക്കൻ മദ്യം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഒന്റാരിയോ പ്രവിശ്യയിലെ ഔട്ട്ലെറ്റ് ശൃംഖലയായ LCBO വെബ്സൈറ്റ് താൽക്കാലികമായി പൂട്ടി. അമേരിക്കൻ മദ്യം ഔട്ട്ലെറ്റുകളിൽ നിന്ന് നീക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരം. പോപ്പിന് കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചു. മാർപ്പാപ്പയ്ക്ക് പനിയോ ചുമയോ ശ്വസന പ്രശ്നങ്ങളോ ഇല്ല. ശ്വാസകോശത്തിനുള്ള ഫിസിയോതെറാപ്പി തുടരുന്നുണ്ട്. രക്തപരിശോധനാ ഫലവും സാധാരണ നിലയിലാണ്. ഈജിപ്ത് അവതരിപ്പിച്ച ഗാസ പുനർനിർമ്മാണ പദ്ധതി അംഗീകരിച്ച അറബ് രാഷ്ട്രങ്ങൾ. ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതല്ലാണ് പദ്ധതിയുടെ സ്വീകാര്യതയുള്ള പ്രധാന കാരണം. $5300 കോടി ഗാസ പുനർനിർമ്മാണ പദ്ധതിയും കെയ്റോയിൽ ചേർന്ന അറബ് അടിയന്തര ഉച്ചകോടി പ്രഖ്യാപിച്ചു. പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ 15 സൈനികർ കൊല്ലപ്പെട്ടു. 30 പേർക്കായി സാരമായി പരിക്കേറ്റു. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രത്തിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങൾ സൈനികർ ക്യാമ്പിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. സ്ഫോടനത്തിൽ സമീപത്തെ പള്ളി തകർന്ന് നിരവധി പേർ മരിച്ചുവെന്ന് റിപ്പോർട്ട്. ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷമുള്ള ആദ്യ സൂര്യോദയം പകർത്തി എയർഫ്ലൈ എയ്റോസ്പേസ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബ്ലൂ ഗോസ്റ്റ് മൂൺ ലാൻഡർ. ബ്ലൂ ഗോസ്റ്റ് പകർത്തിയ ചിത്രം എയർഫ്ലൈ എയ്റോസ്പേസ് എക്സിൽ പങ്കുവച്ചു. ജനുവരി 15-നാണ് സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിൽ ലാൻഡർ വിക്ഷേപിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമലയായ A23 കരക്കടിഞ്ഞു. ബ്രിട്ടീഷ് ദ്വീപായ സൗത്ത് ജോർജിയയ്ക്ക് സമീപം ആഴം കുറഞ്ഞ വെള്ളത്തിലാണ് മഞ്ഞുമല കരക്കടിഞ്ഞത്. 1986-ൽ അന്റാർട്ടിക്ക ഐസ് ഷെൽഫിൽ നിന്ന് വേർപെട്ട ഒഴുകാൻ തുടങ്ങിയ മഞ്ഞുമല 30 വർഷത്തിലേറെയായി കടൽ തീരത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് വിരമിക്കൽ ചാമ്പ്യൻസ് ട്രോഫി സെമിയിലെ തോൽവിക്ക് പിന്നാലെ ടെസ്റ്റിലും 2020-ലും തുടരും. 2 തവണ ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിൽ അംഗമായിരുന്നു സ്മിത്ത്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ 2 നവജാത ശിശുക്കളടക്കം 5 പേർ ലിഫ്റ്റിൽ കുടുങ്ങി. ആശുപത്രിയിലെ പ്രസവ വാർഡ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലെ ലിഫ്റ്റിലാണ് അരമണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നത്. ഇലക്ട്രിക് തകരാർ കാരണം ലിഫ്റ്റ് പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഹൈഡ്രോളിക് ഉപകരണം ഉപയോഗിച്ച് ഇവരെ പുറത്തെത്തിക്കുകയായിരുന്നു. എറണാകുളം ഇടക്കൊച്ചിയിൽ ഇടഞ്ഞ ആനയെ തളച്ചു. ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണിനെത്തിയത്. നിരവധി വാഹനങ്ങൾ ആന തകർത്തു. സംഭവത്തിൽ ആനയുടെ പാപ്പാന് പരിക്കേറ്റു. കണ്ണൂർ കരിക്കോട്ടക്കരി ടൗണിന് സമീപത്തിറങ്ങിയ കുട്ടിയാനയെ മയക്കുവെടി വെച്ചത് വയനാട്ടിൽ നിന്നെത്തിയ വെറ്റിനറി സംഘം. ഇന്ന് രാവിലെ ടൗണിന് സമീപം ഇറങ്ങിയ കാട്ടാന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു. കുട്ടിയാനയ്ക്ക് ചെറിയ പരിക്കുണ്ടെന്ന് വനം വകുപ്പ് അറിയിച്ചു. അതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം പെട്ടിക്കട തകർത്തു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കരിക്കും കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന കടയാണ് കാട്ടാനകൾ തകർത്തത്. വെറ്റിലപ്പാറ സ്വദേശി ആനന്ദന്റെ കടയാണ് ആനക്കൂട്ടം നിലം പരിശാക്കിയത്. കണ്ണൂർ കീഴ്പള്ളി വട്ടപ്പറമ്പിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ആറളം പുനരധിവാസ മേഖലയിൽ നിന്നെത്തിയ കാട്ടാനയാണ് മേഖലയിൽ ഇറങ്ങിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടാനയെ ഫാമിലേക്ക് കയറ്റി. മലപ്പുറം തൃക്കലങ്ങോട് കുതിരാടത്ത് പുലിയുടെ ആക്രമണത്തിൽ 7 ആടുകൾ കൊല്ലപ്പെട്ടു. തൃക്കലങ്ങോട് സ്വദേശി കരീമിന്റെ വീട്ടിലെ 7 ആടുകളെയാണ് പുലി കൊന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ആടിനെ കൊന്നത് പുലി തന്നെയാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. നാട്ടുകാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പയ്യാനക്കലിൽ തെരുവ് നായ്ക്കൾ പശുക്കിടാവിനെ കടിച്ചു കൊന്നു. 1.5 വയസ്സുള്ള പശുക്കിടാവിനെ പാതി ഭക്ഷിക്കുകയും മറ്റ് പശുക്കളുടെ വാലും ചെവിയും കടിച്ചു മുറിക്കുകയും ചെയ്തു. ജിഷിത് കുമാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കെട്ടിയിട്ട പശുക്കളാണ് ആക്രമിക്കപ്പെട്ടത്.
കാട്ടിലിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനമെടുത്ത് കോഴിക്കോട് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത്. ഭൂവിസ്തൃതിയുടെ 60% വനമേഖലയായ പഞ്ചായത്തിൽ ജനജീവിതത്തിന് ഭീഷണിയായി വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് പതിവാണ്. കടുവയാണെങ്കിലും ആനയാണെങ്കിലും വെടിവെച്ച് ഇടാനാണ് ഭരണസമിതിയുടെ തീരുമാനം. മലപ്പുറം മമ്പാട് കാട്ടുപൊയിലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കടന്നൽ കുത്തേറ്റു. കുത്തേറ്റ തൊഴിലാളികളെ മമ്പാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. തെങ്ങിൻ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു കടന്നൽ കുത്തേറ്റത്. ശരീരമാസകലം കുത്തേറ്റ തൊഴിലാളികൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തുടരുകയാണ്. പാലക്കാട് അട്ടപ്പാടിയിൽ അച്ഛനെ മക്കൾ അടിച്ചു കൊന്നു. ഒസത്തി സ്വദേശി ആദിവാസി നഗറിൽ ഈശ്വറാണ് മരിച്ചത്. മക്കളായ രാജേഷ്, രഞ്ജിത്ത് എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചത്. ഈശ്വരനെ മക്കൾ വടികൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയാണ്. കൊല്ലത്ത് അന്യസംസ്ഥാന തൊഴിലാളിയെ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബീഹാർ സ്വദേശി ചന്ദർ മുണ്ടയാണ് മരിച്ചത്. കർബല ജംഗ്ഷനും ഫാത്തിമ കോളേജിനും ഇടയിലുള്ള വഴിയരികിലാണ് മൃതദേഹം കണ്ടത്. പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മലപ്പുറം നിലമ്പൂരിൽ 80-കാരിക്ക് അയൽവാസിയുടെ ക്രൂരമർദ്ദനം. CH നഗറിൽ താമസിക്കുന്ന ഇന്ദ്രാണി അക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ അയൽവാസിയായ ഷാജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന ഇന്ദ്രാണിയെ ഷാജി ആക്രമിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ വയോധികയുടെ മുഖത്തും ശരീരത്തിലും ഗുരുതരമായി പരിക്കേറ്റു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവാവിന് കുത്തേറ്റു. അരമുകൾ സ്വദേശി രാഹുലിനാണ് കുത്തേറ്റത്. രാഹുലിനെ ആക്രമിച്ച പുന്നേക്കോട് സ്വദേശി ബിനുവും പരിക്കേറ്റു. നെയ്യാറ്റിൻകരയിലെ ഉത്സവാഘോഷ യാത്രക്കിടെയുണ്ടായ വാക്കേറ്റമാണ് കത്തിക്കുത്തിന് കാരണമായത്. നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം നിലമ്പൂരിൽ തേനെടുക്കാൻ പോയ ആദിവാസി യുവാവ് മരത്തിൽ നിന്നും വീണ് മരിച്ചു. ചുങ്കത്തറ കുറുമ്പലംകോട് സ്വദേശി വേണുവാണ് മരിച്ചത്. മരത്തിന് മുകളിൽ നിന്ന് കാൽ വഴുതി വീഴുകയാണ്. മലപ്പുറം മഞ്ചേരിയിൽ സ്കൂൾ ഓട്ടോയും ബസ്സും കൂട്ടിയിടിച്ച് അപകടം. 4 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. മഞ്ചേരി ചരണിയിലാണ് അപകടമുണ്ടായത്. സ്കൂൾ കുട്ടികളുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയും. കൊല്ലം ചാത്തന്നൂരിൽ കിണറ്റിൽ വീണ ആടിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മധ്യവയസ്കൻ മരിച്ചു. കൊല്ലാക്കുഴി കൊച്ചുവിള സ്വദേശി ബാബുവാണ് മരിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ 34-കാരിയുടെ ആത്മഹത്യയിൽ തൃശൂർ സ്വദേശിയായ ഭർത്താവ് അറസ്റ്റിൽ. മതിലകം കഴുവിലങ്ങ് സ്വദേശി ചേനോത്ത് പറമ്പിൽ 40 വയസ്സുള്ള പ്രശാന്താണ് അറസ്റ്റിലായത്. പ്രശാന്തിന്റെ പീഡനമാണ് യുവതി ആത്മഹത്യയിലേക്ക് നയിച്ചത്. 10 കിലോ കഞ്ചാവ് കടത്തിയ യുവാവ് പിടിയിൽ. കല്ലിയൂർ സ്വദേശി അഭിഷേകാണ് പിടിയിലായത്. പ്രതിയെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലപ്പുറത്ത് എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ കഞ്ചാവുമായി 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. 3 കേസുകളിലായിട്ടാണ് ഇവരെ പിടികൂടിയത്. സംഭവങ്ങളിൽ പങ്കാളികളായ എല്ലാവരെയും മലപ്പുറം എക്സൈസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറത്ത് ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികളുമായി പോലീസ്. വളാഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 മാസത്തിനിടെ 100-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കിയപ്പോൾ ലഹരി വിൽപ്പനയും ഉപയോഗവും ഗ്രാമപ്രദേശങ്ങളിൽ വർദ്ധിച്ചു. തൃശൂരിൽ K9 സ്ക്വാഡും കൊടുങ്ങല്ലൂർ പോലീസും നടത്തിയ പരിശോധനയിൽ തീരദേശത്തു നിന്ന് രാസലഹരിയും കഞ്ചാവും പിടികൂടി. സൂരജ്, വിഷ്ണു എന്നിവരാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും MDMAയും കഞ്ചാവും, ഇവ തൂക്കി വിൽക്കുവാനുള്ള 4 സ്രോതസ്സുകൾ, വിൽപ്പനക്കായി ഉപയോഗിക്കുന്ന മൊബൈലുകൾ എന്നിവ കണ്ടെടുത്തു. തൃശൂർ വടക്കാഞ്ചേരിയിൽ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ തീപിടുത്തം. പറമ്പിനുള്ളിലെ മുളങ്കാടുകളിലേക്കും മരങ്ങളിലേക്കുമാണ് തീ പടർന്നത്. അഗ്നിരക്ഷാ സേനയെത്തി തീ കെടുത്തി. സമീപത്തെ റബ്ബർ പുരയിടത്തിലേക്ക് തീ പടരാഞ്ഞത് നാശനഷ്ടങ്ങളുടെ തീവ്രത കുറച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് റിട്ടയർഡ് റെയിൽവേ ജീവനക്കാരന്റെ വീട് കുത്തിത്തുറന്ന് മോഷണശ്രമം. ഞാവേലിപ്പറമ്പിൽ ഷാനവാസിന്റെ വീട്ടിലാണ് കവർച്ചാ ശ്രമം നടന്നത്. വീട് വൃത്തിയാക്കാനെത്തിയ സ്ത്രീയാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം വളാഞ്ചേരിയിൽ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധം. കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിൽ വളാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി രാജൻ അധ്യക്ഷനായി.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെളിനല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വെളിനല്ലൂർ CHCയെ അവഗണിക്കുന്നതിനെതിരെയും ആശാപ്രവർത്തകരുടെ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് സമരം നടന്നത്. രാപ്പകൽ സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ PR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മയും സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി വത്സല ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വടക്കാഞ്ചേരി ഓഫീസിന് മുൻപിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാനത്തെ ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ അശാസ്ത്രീയമായ ഫെയർ മീറ്റർ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടന്നത്. ധർണ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണലൂർ പഞ്ചായത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മെൻസ്ട്രൽ കപ്പ് വിതരണവും ബോധവൽക്കരണ ക്ലാസ് നടത്തി. മണലൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ എടത്തിരുഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ വനിതാ ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി തൈ വിതരണം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായാണ് തൈകൾ വിതരണം ചെയ്തത്. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ഇടത്വ ആനപ്രമ്പാൽ MTS ഗേൾസ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. പഠനോത്സവം ജില്ലാ പഞ്ചായത്ത് വികസന സമരസമിതി അധ്യക്ഷ ഐസക് രാജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് TK ജോസ് തരകൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കണ്ടശം കടവിൽ പഞ്ചായത്ത് തല പഠനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ അധ്യക്ഷനായി. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ക്ലോത്ത് ബാങ്ക് പദ്ധതി പ്രകാരം കാരുണ്യ വൃദ്ധസദനത്തിൽ വസ്ത്രങ്ങൾ നൽകി. വസ്ത്രങ്ങൾ ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ ലയൺ പീതാംബരൻ രാരംഭത്ത് വിതരണം നടത്തി. വാർഡ് മെമ്പർ ആന്റോ തൊറയിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഗുരുവായൂർ ദേവസ്വം പൂന്താന ദിനം ആഘോഷവും ജ്ഞാനപ്പാന പുരസ്കാര വിതരണവും നടന്നു. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ P. ശങ്കരന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവ്യ കേരളം എന്ന ജനകീയ ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി സീറോ വേസ്റ്റ് മൂന്നാർ എന്ന ലക്ഷ്യത്തോടെ മെഗാ ക്ലീനപ്പ് ഡ്രൈവ് നടത്തും. 5 ദിവസങ്ങളിലായി വിപുലമായ മാലിന്യ ശേഖരണ സംസ്കരണ പ്രവർത്തനങ്ങൾ നടക്കും. തൃശൂരിൽ സർക്കാർ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി പുത്തൻചിറയിൽ കൃഷി ചെയ്യുന്നുവെന്ന ആക്ഷേപമുയർത്തി മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി. പകരപ്പിള്ളി പുഞ്ചകൃഷി പാടശേഖരത്തിലാണ് രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെ തട്ടിപ്പ് നടത്തുന്നതെന്ന് കർഷകർ പരാതിപ്പെട്ടു. ഉപ്പുവെള്ള ഭീഷണി നേരിടുന്ന പാടശേഖരത്തിന് സംരക്ഷണം നൽകണമെന്നും പരാതി. തൃശൂർ പെരുവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷിച്ചു. 3 ദേശങ്ങളിൽ നിന്ന് ശിങ്കാരിമേളം, നാദസ്വരം, തെയ്യം, കാവടി എന്നീ കലാരൂപങ്ങളും എത്തിച്ചേർന്നു. രാവിലെ നട അടക്കുന്നതോടെ കുംഭഭരണി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി അരുൺകുമാർ കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സംസ്കൃതി സംഗമം നടന്നു. കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ ഗുരുവായൂർ കേശവൻ നമ്പൂതിരി സംഗമം ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ സംസ്കൃത വിഭാഗം അധ്യക്ഷ ഡോക്ടർ ലക്ഷ്മി ശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൂർവ്വ അധ്യാപകർ പൊന്നാടിയും ഉപഹാരവും സമ്മാനിച്ചു. കാസർഗോഡ് പള്ളിക്കര കേണമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. പള്ളിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും എത്തിച്ചതോടെയാണ് മഹോത്സവത്തിന് തുടക്കമായത്. മാനവീയം സൗഹൃദ സംഗമം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു.
ആലപ്പുഴ ചേർത്തല താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് സെമിനാർ മാർച്ച് 9 താലൂക്ക് NSS യൂണിയൻ ഹാളിൽ നടക്കും. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. മതേതരത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന സെമിനാറിൽ വിദ്വാൻ K. രാമകൃഷ്ണൻ അധ്യക്ഷനാകും. കേരള ലോകായുക്ത തൃശൂരും കോട്ടയത്തും ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. മാർച്ച് 12 തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിലും 13 കോട്ടയം PWD റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിലും രാവിലെ 10:30 സിറ്റിംഗ് ആരംഭിക്കുന്നത്. ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ സിറ്റിംഗ് നേതൃത്വം നൽകും. ഗോത്രവർഗ കമ്മീഷന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ പരാതി പരിഹാര അദാലത്ത് 13, 14 തീയതികളിൽ സംഘടിപ്പിക്കും. എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ 10:30 മുതൽ വൈകിട്ട് 5 വരെയാണ് അദാലത്ത് നടക്കുക. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ പിനിയോടൻ, TK വാസു എന്നിവർ അദാലത്തുകൾക്ക് നേതൃത്വം നൽകും. പാലക്കാട് തൃത്താലയിൽ ബാലസംഘം തൃത്താല ഏരിയ കമ്മിറ്റി എഴുത്തുകാരൻ M. ശിവശങ്കരൻ മാസ്റ്ററെ അനുസ്മരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം O. രാജൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രൊഫസർ P. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. മലയാള ചിത്രം മാർക്കോയ്ക്ക് TV പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. ചിത്രം ടെലിവിഷൻ പ്രദർശനത്തിന് അനുമതി നൽകരുതെന്ന റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ സെൻട്രൽ ബോർഡ് അംഗീകരിക്കുകയായിരുന്നു. വേണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി വീണ്ടും അപേക്ഷിക്കാമെന്നും സെൻട്രൽ ബോർഡ് വ്യക്തമാക്കി. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതായി അറിയിപ്പ് നടി നയൻതാര. തന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് നടി ഈ വിവരം കത്തിലൂടെ അറിയിച്ചത്. നയൻതാര എന്ന പേര് തന്റെ ഹൃദയത്തോടടുത്ത് നിൽക്കുന്നതാണെന്നും അത് നടി എന്ന നിലയിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിലും തന്നെ പ്രതിനിധീകരിക്കുന്നുണ്ടെന്നും നടി. ജഗദീഷ് ഇന്ദ്രൻസ് കൂട്ടുകെട്ടിൽ ഒരുക്കിയ ചിത്രം പരിവാർ മാർച്ച് 7 തിയേറ്ററുകളിലെത്തും. ഉത്സവ് രാജീവ്, ഫഹദ്, നന്ദു എന്നിവരാണ് തിരക്കഥയും സംവിധാനവും. ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിലെത്തുന്ന ഫാമിലി കോമഡി എന്റർടൈനറാണ് ചിത്രം. കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ നർമ്മത്തിൽ ചാലിച്ചാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകുന്നു.